പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എറണാകുളത്തും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്നാണ് ആരോപണം. കൊച്ചി കോർപ്പറേഷനിൽ വിദേശത്തുള്ള ഉടമസ്ഥരുടെ വീട്ടു നമ്പറിൽ 36 ഇതര സംസ്ഥാന തൊഴിലാളികൾ വോട്ട് രേഖപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 400 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ ചേർത്തിരിക്കുന്നത് 83 ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ്. കൊച്ചി കോർപ്പറേഷനിൽ മുൻപ് 22ാം ഡിവിഷനായിരുന്ന ഇപ്പോൾ 68ാം ഡിവിഷനാക്കി മാറ്റിയ മുണ്ടംവേലിയിലെ ഒരു ബൂത്തിലെ കണക്ക് മാത്രമാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിദേശത്തുള്ള ഉടമസ്ഥന്റെ വീട്ടു നമ്പറിൽ 36 ഇതര സംസ്ഥാന തൊഴിലാളികളെ വോട്ടർമാരായി ചേർത്തു. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ വോട്ടർമാരെല്ലാം നാട് വിട്ടു. വീട്ടുകാരോ നാട്ടുകാരോ അറിയാതെയാണ് ഇത്രയധികം ആളുകൾ വോട്ടർമാരായി എത്തിയത്. വോട്ടർ പട്ടികയിലുള്ള ഓരോരുത്തരുടെയും പേരെടുത്ത് ചോദിച്ചപ്പോൾ പരിസരവാസികളുടെ പ്രതികരണം ഇങ്ങനെ: സാധാരണ പ്രവർത്തകരിന്ന് ഇത് അന്വേഷിച്ചു വന്നപ്പോൾ ഇവിടുത്തെ സ്ഥിതി ഇതാണ്. കംപ്ലീറ്റ് ഈ വീട്ടിൽ തന്നെ ഇത്ര 36 വോട്ട് ഈ രണ്ടുപേരെ ഈ വീട്ടുകാരെ അറിയുന്നല്ലാതെ ബാക്കി ആരും ഞങ്ങൾ അറിയില്ല. അവര് വോട്ടർ ലിസ്റ്റിന്റെ കാർഡൊക്കെ കാണിക്കും, ഈ പേരുണ്ടല്ലോ, അപ്പൊ അതനുസരിച്ചിട്ട് വോട്ട് ചെയ്തു. അപ്പൊ നമുക്ക് തർക്കിക്കാനില്ല. തീർന്നില്ല. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ വോട്ടർമാരായി കയറിപ്പറ്റിയിട്ടുണ്ട്. 400 ചതുരശ്ര അടിയുള്ള വീട്ടിൽ 83 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് വോട്ടർമാർ. ഈ വോട്ടർമാരെ ആരെയും പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തകരോ നാട്ടുകാരോ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. സെയിം നമ്പർ കണ്ടായിരുന്നു, ഒരുപാട് നമ്പർ കണ്ടായിരുന്നു. അപ്പൊ ഇത് ഞങ്ങൾ അന്വേഷിച്ച് ഓരോ വീടുകൾ അന്വേഷിച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഈ വീട്ടിൽ ആരും ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആരെയും കണ്ടില്ല, അന്വേഷിച്ചിട്ട് ഇവരൊന്നും ഇല്ലെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു ബൂത്തിലെ കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. ജില്ലയിലെ ആകെ കണക്കുകൾ പുറത്തു വന്നാൽ അത് ഞെട്ടിക്കുന്നതായിരിക്കും. മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വ്യാപകമായി കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ടെന്ന ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന തെളിവുകളാകട്ടെ വരുന്ന തെരഞ്ഞെടുപ്പിലും കള്ളവോട്ടുണ്ടാകുമെന്ന സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.